വെൽക്കം ഓൾ ടു സുനുസ് ബയോസ് എഡ്യൂക്കേഷണൽ വീഡിയോ ചാനൽ. +1 സുവോളജിയിലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തിൽ ഫോക്കസ് ഏരിയയിൽ നിന്നും മാത്രം ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. 2 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, വീഡിയോ മുഴുവൻ കാണുക. രണ്ടാമത്തത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സുനുസ് ബയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടോടെ ഒറ്റ മനസ്സോടെ ഈ കൊറോണ കാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇട്ടാലും അത് അവസാനം വരെ ആ വീഡിയോ കാണുകയും അതിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങൾ പഠിക്കുകയും അത് തീർച്ചയായിട്ടും ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Define ammonotelism. Give example. The process of elimination of nitrogenous waste in the form of ammonia is called ammonotelism. Example: bony fishes, aquatic amphibians, aquatic insects. അമോണിയ വിസർജിക്കുന്ന പ്രക്രിയയാണ് അമോണോടെലിസം എന്ന് പറയുന്നത്. ധാരാളം അസ്ഥി മത്സ്യങ്ങളും ജലത്തിൽ ജീവിക്കുന്ന ഉഭയജീവികളും ജലഷഡ്പദങ്ങളും അമോണോടെലിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ജലത്തിൽ അതിവേഗം ലയിക്കുന്ന അമോണിയ വ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഡിഫ്യൂഷനിലൂടെ അമോണിയം അയോണുകളായി ശരീര ഉപരിതലത്തിൽ കൂടിയോ ചെകിളപ്പൂക്കൾ വഴിയോ, ഉദാഹരണത്തിന് മത്സ്യങ്ങളിൽ ചെകിളപ്പൂക്കൾ വഴിയോ പുറന്തള്ളപ്പെടുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂറിക്കോടെലിസം. ഗിവ് എക്സാമ്പിൾ. ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് ഇസ് കോൾഡ് യൂറിക്കോടെലിസം. എക്സാമ്പിൾ: റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ്, ഇൻസെക്ട്സ്. നൈട്രോജനിക വിസർജ്യ വസ്തുക്കൾ പരൽ രൂപത്തിലോ കുഴമ്പു രൂപത്തിലോ യൂറിക് ആസിഡായി വിസർജിക്കുന്ന ജീവികളെ യൂറിക്കോടെലിക് ആനിമൽ അല്ലെങ്കിൽ യൂറിക്കോടെലിക ജീവികൾ എന്ന് പറയുന്നു. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ജലനഷ്ടം ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ഉരഗങ്ങൾ, പക്ഷികൾ, കരയിലെ ഒച്ചുകൾ, ഷഡ്പദങ്ങൾ തുടങ്ങിയ ജീവികൾ യൂറിക്കോടെലിക ജീവികളാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂറിയോടെലിസം. Give example. The process of elimination of nitrogen waste in the form of urea is called ureotelism. Example: man, terrestrial amphibians, marine fishes. യൂറിയ വിസർജിക്കുന്ന ജന്തുക്കളെ യൂറിയോടെലിക ജന്തുക്കൾ എന്ന് പറയുന്നു. ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി നൈട്രോജനിക മാലിന്യങ്ങളെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നു. സസ്തനികൾ, കരയിലെ നിരവധി ഉഭയജീവികൾ, കടൽ മത്സ്യങ്ങൾ ഇവയെല്ലാം യൂറിയോടെലിക ജന്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ജീവികളിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അമോണിയ കരളിൽ വെച്ച് യൂറിയയായി മാറുന്നു. യൂറിയയെ പിന്നീട് വൃക്കകൾ അരിച്ചുമാറ്റി പുറന്തള്ളുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. ആൻസർ ഈസ് നെഫ്രോൺ. കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കകളുടെ ധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. ഈ ചിത്രം നിരീക്ഷിച്ച് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കുക. വാട്ട് ആർ ദ 2 മെയിൻ പാർട്സ് ഓഫ് നെഫ്രോൺ? ആൻസർ ഈസ് ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ. ഓരോ നെഫ്രോണിനും ഗ്ലോമറുലസ്, വൃക്കനളിക, റീനൽ ട്യൂബ്യൂൾ എന്നീ 2 ഭാഗങ്ങളുണ്ട്. 8th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് ഈസ് എ ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഫോംഡ് ബൈ ദി അഫറന്റ് ആർട്ടീരിയോൾ ഓഫ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിയുടെ അല്ലെങ്കിൽ റീനൽ ധമനിയുടെ സൂക്ഷ്മശാഖയായ ആഗമന ധമനിക, അഫറന്റ് ആർട്ടീരിയോൾ എന്നാണ് അതിന് പറയുക. ഈ അഫറന്റ് ആർട്ടീരിയോൾ അല്ലെങ്കിൽ ആഗമന ധമനികയിൽ നിന്ന് രൂപം കൊണ്ട ഒരു കൂട്ടം അതിസൂക്ഷ്മ ലോമികകളാണ്, കാപ്പിലറീസാണ് ഗ്ലോമറുലസ്. ചുരുക്കത്തിൽ റീനൽ ആർട്ടറി വിഭജിച്ചുണ്ടായ ഒരു കൂട്ടം രക്തക്കുഴലുകളാണ് ഗ്ലോമറുലസ്. What are the main parts of renal tubule? Bowman's capsule, proximal convoluted tubule or PCT, Henle's loop, distal convoluted tubule or DCT, and collecting duct. മലയാളത്തിൽ വേണ്ടവർക്കായി ചില അർത്ഥങ്ങൾ ഇവിടെ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യാം. 10th question, name the double-walled cup-like structure present in renal tubule. Answer is Bowman's capsule. Question number 11. Glomerulus along with Bowman's capsule is called dash. Answer is
മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. റീനൽ കോർപ്പസലിൻ്റെ മറ്റൊരു പേരാണ് വൃക്ക കണം. മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ വൃക്ക കണത്തിൻ്റെ പിക്ചർ തന്നിരിക്കുന്നത് നോക്കൂ. ഇതിൽ അഫറൻ്റ് ആർട്ടീരിയോളും പുറത്തേക്ക് പോകുന്ന ഇഫറൻ്റ് ആർട്ടീരിയോള്, സമീപ ചുരുൾ നളിക അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ബൗമാൻസ് ക്യാപ്സൂൾ എന്നിവ ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. Distinguish between PCT and DCT, proximal convoluted tubule and distal convoluted tubule. PCT lies next to the Bowman's capsule. PCT is highly coiled long tubule, whereas DCT lies away from Bowman's capsule. Ascending limb of Henle's loop continues into distal convoluted tubule or DCT. DCT is highly coiled tubule. Bowman's capsule ഏറെ ചുരുണ്ട നളികാജാലമായി തുടരുന്നു. ഇതിനെ സമീപ ചുരുൾ നളിക അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ PCT എന്ന് വിളിക്കുന്നു. എന്നാൽ DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും വളരെ അകന്നാണ് കാണുന്നത്. ഹെൻലേസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബാണ് DCT ആയി മാറുന്നത്. DCTയും ഏറെ ചുരുണ്ട നളികാജാലമായി കാണുന്നു. 14th question. Name the U-shaped part of renal tubule. ഹെൻലേസ് ലൂപ്പ്. ഹെൻലി വലയം എന്നും പറയുന്നു. 15. Mention the structure of Henle's loop. Henle's loop is U-shaped tube. It consists of ascending limb and descending limb. 16. Expand DCT, distal convoluted tubule. 17. What are the two regions of kidney? Outer part of kidney is renal cortex and inner part of kidney is renal medulla. Question number 18. Which parts of nephron are located in the cortex of kidney? Malpighian corpuscle, PCT and DCT. Question number 19. Which parts of nephron are located in the medulla of kidney? Henle's loop and collecting ducts are located in the medulla. Location of various parts of nephrons in the kidney are given here. Read it and study. Malpighian corpuscle in the renal cortex, proximal convoluted tubule in the renal cortex, Henle's loop medulla, DCT cortex, collecting duct medulla, renal pyramid, renal medulla. Question number 21. Rearrange the following in correct order. DCT, PCT, Henle's loop, collecting duct, Bowman's capsule. ഇത് സ്കീമാറ്റിക് ഡയഗ്രമായിട്ട് വരാറുണ്ട്. ബൗമാൻസ് ക്യാപ്സ്യൂൾ, PCT, Henle's loop, DCT, collecting duct. ഇതാണ് കറക്റ്റ് ഓർഡർ. ഫ്ലോ ചാർട്ട് രൂപത്തിലും എഴുതാം. Question number 22. Where can we see renal pyramid? Renal pyramid can be seen in the medulla of kidney. What are the major steps in urine formation? First one, glomerular filtration. Second one, tubular reabsorption. Third one, tubular secretion. ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷനിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലസിലൂടെയുള്ള അരിക്കൽ എന്നാണ് അർത്ഥം. Question number 24. What are the processes involved in glomerular filtration? First step is glomerular capillary pressure causes filtration of blood from glomerulus to Bowman's capsule. This process is called glomerular filtration. രക്തത്തിൻ്റെ സൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയയാണ് മൂത്രം ഉണ്ടാകുന്നതിൻ്റെ ആദ്യഘട്ടം. ഇത് ഗ്ലോമറുലസിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഗ്ലോമറുലസിലൂടെയുള്ള അരിക്കൽ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നു. ഗ്ലോമറുലസിലെ രക്തലോമികകളിലെ രക്തമർദ്ദം മൂലം രക്തത്തിൻ്റെ അരിക്കൽ പ്രക്രിയ സാധ്യമാകുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതെല്ലാം വോളിലൂടെയാണ്, സെൽ ലെയേഴ്സിലൂടെയാണ് ഈ ഫിൽട്രേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ദ ഫിൽട്രേഷൻ ഒക്കേഴ്സ് ത്രൂ എ സെപ്പറേഷൻ വാൾ ഫോംഡ് ഓഫ് 3 layers. 1. Endothelium of the glomerular blood vessels. 2. Capillary basement membrane. 3. Epithelium of Bowman's capsule. ഗ്ലോമറുലാർ രക്തക്കുഴലുകളുടെ ആന്തരപാളി, അതായത് എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസ്. രണ്ടാമത്തത് ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ആവരണകല. മൂന്നാമത്തത് ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള അടിസ്ഥാന സ്തരം, അതായത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്നീ 3 പാളികളിലൂടെയാണ് രക്തത്തിൻ്റെ അരിക്കൽ പ്രക്രിയ നടക്കുന്നത്. ബൗമാൻസ് ക്യാപ്സ്യൂളിലെ ആവരണകലാകോശങ്ങളായ പോഡോസൈറ്റുകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയ്ക്കിടയിൽ
അതിസൂക്ഷ്മ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അരിക്കൽ വിടവുകൾ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് അഥവാ സ്ലിറ്റ് പോഴ്സ് കാണപ്പെടുന്നു. ഈ സ്ഥലങ്ങളിലൂടെ രക്തം അതിസൂക്ഷ്മമായി അരിച്ച് ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇരട്ട ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം. ഡ്യൂറിംഗ് അൾട്രാഫിൽട്രേഷൻ ദ ബ്ലഡ് പ്ലാസ്മ ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ആർ ഫിൽറ്റേർഡ് ഔട്ട് ഓഫ് ദ കാപ്പിലറീസ് ഇൻ ടു ദ ബൗമൻസ് ക്യാപ്സ്യൂൾ. This filtrate is called glomerular filtrate. It contains water, inorganic salts, sugar, amino acids, urea, uric acid, etc. It does not contain blood cells and some plasma proteins. രക്തകോശങ്ങളും പ്ലാസ്മ പ്രോട്ടീനും ഒഴികെ പ്ലാസ്മയിൽ കാണുന്ന ഏതാണ്ട് എല്ലാ ഘടകങ്ങളും ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ കാണപ്പെടുന്നതിനാൽ ഈ പ്രക്രിയ അതിസൂക്ഷ്മ അരിക്കൽ അൾട്രാ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. നെയിം ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് എപ്പിത്തീലിയൽ ലെയർ ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ആൻസർ ഈസ് പോഡോസൈറ്റ്സ് ഓർ ഫൂട്ട് സെൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 26. നെയിം ദ സ്മോൾ സ്പേസസ് ബിറ്റ്വീൻ ദ പോഡോസൈറ്റ്സ്. സ്ലിറ്റ് പോഴ്സ് ഓർ ഫിൽട്രേഷൻ സ്ലിറ്റ്സ്. അതിസൂക്ഷ്മ സ്ഥലങ്ങൾ, അരിക്കൽ വിടവുകൾ, കുഴികൾ, ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. 27. Volume of blood filtered by the kidneys per minute is dash 1100 to 1200 milliliter of blood. ഒരു മിനിറ്റിൽ ശരാശരി 1100 മുതൽ 1200 മില്ലിലിറ്റർ രക്തം വൃക്കകൾ അരിച്ചുമാറ്റുന്നു. Question 28. What is glomerular filtration rate? GFR. The quantity of glomerular filtrate formed per minute in the kidneys is called glomerular filtration rate or GFR. GFR is about 125 milliliter per minute, that is 180 liters per day. പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ GFR ഏകദേശം 125 മില്ലിലിറ്റർ പെർ മിനിറ്റ് ആണ്, അതായത് ഒരു ദിവസം 180 ലിറ്റർ ആണ്. Question number 29. Name the mechanism which regulate glomerular filtration rate. Juxtaglomerular apparatus or JGA. ഗ്ലോമറുലസിലൂടെയുള്ള അരിക്കൽ തോത് നിയന്ത്രിക്കുന്നതിന് വൃക്കകളിൽ കാണുന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണ് ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അല്ലെങ്കിൽ JGA. Question number 30. What is JGA? JGA is juxtaglomerular apparatus, a special sensitive region formed by cellular modifications in the distal convoluted tubule and the afferent arteriole at the location of their contact. ഇനി ഇതിൻ്റെ മലയാളം ഒന്ന് നോക്കിയാലോ. 2 വാക്കുകൾ നിങ്ങൾ മലയാളത്തിൽ പഠിക്കണം. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ദൂരസ്ഥ ചുരുൾ നളിക. അതുപോലെ അഫറൻ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ ആഗമന ധമനിക. അപ്പോൾ ഇനി തുടങ്ങാം. ദൂരസ്ഥ ചുരുൾ നളികയും ആഗമന ധമനികയും പരസ്പരം സമ്പർക്കത്തിൽ വരുന്ന സ്ഥാനത്ത് കോശങ്ങൾക്ക് രൂപാന്തരണം സംഭവിച്ചുണ്ടാകുന്ന ഒരു പ്രത്യേക ഭാഗമാണ് JGA അല്ലെങ്കിൽ ജുക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്. Question number 31. What is the function of juxtaglomerular apparatus or JGA? JGA can regulate glomerular filtration rate. A fall in GFR can activate the JG cells to release the hormone renin, which can stimulate the glomerular blood flow and thereby GFR back to normal. JGA or juxtaglomerular apparatusന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ GFRനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. GFRൽ ഉണ്ടാകുന്ന കുറവ് JG കോശങ്ങളെ സജീവമാക്കുന്നു. അവ റെനിൻ എന്ന രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഗ്ലോമറുലസിലേക്കുള്ള രക്തയോട്ടത്തെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ GFR സാധാരണ നിലയിലാകുന്നു. ഇവിടെ ഒരു പ്രത്യേകത, JG കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റെനിൻ ഒരു ഹോർമോണാണ്, അതേസമയം അത് രാസാഗ്നിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യൂറിൻ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഗ്ലോമറുലാർ ഫിൽട്രേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 24 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 31 വരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ യൂറിൻ ഫോർമേഷൻ്റെ രണ്ടാം ഘട്ടമായ ട്യൂബുലാർ റീഅബ്സോർപ്ഷനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. വാട്ട് ഈസ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ? Major portion of water and useful substances are reabsorbed from the glomerular filtrate
into the blood. This process is called tubular reabsorption. ഗ്ലോമറുലസിലൂടെയുള്ള ഫിൽട്രേറ്റിൻ്റെ അല്ലെങ്കിൽ അവക്ഷിപ്തത്തിൻ്റെ ഏതാണ്ട് 99% വൃക്കാനളികകളിൽ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. ഈ പ്രക്രിയയാണ് പുനരാഗിരണം അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്. Question number 33. Identify two methods of tubular reabsorption. First one is active reabsorption. Second one is passive reabsorption. ആക്റ്റീവ് റീഅബ്സോർപ്ഷനെ സക്രിയ സംവഹനമെന്നും പാസീവ് റീഅബ്സോർപ്ഷനെ നിഷ്ക്രിയ സംവഹനമെന്നും അറിയപ്പെടുന്നു. Question number 34. Name the substances that are actively reabsorbed from the glomerular filtrate into the blood. Glucose, amino acids, sodium ions are actively reabsorbed into the blood from the glomerular filtrate. ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം അയോൺ മുതലായ പദാർത്ഥങ്ങൾ സക്രിയ സംവഹനം വഴി പുനരാഗിരണം ചെയ്യപ്പെടുന്നു. Question number 35. Name the substances that are passively reabsorbed from the glomerular filtrate into the blood. Answer. Water and nitrogenous waste are reabsorbed by passive transport. Water also reabsorbed passively in proximal convoluted tubule. നൈട്രോജനിക മാലിന്യങ്ങൾ നിഷ്ക്രിയ സംവഹനം അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് വഴി ആഗിരണം ചെയ്യപ്പെടുന്നു. അതുപോലെ നെഫ്രോണിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ച് ജലത്തിൻ്റെ പുനരാഗിരണവും നിഷ്ക്രിയമായി നടക്കുന്നു. യൂറിൻ ഫോർമേഷൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് ട്യൂബുലാർ സെക്രീഷൻ. അതിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Question number 36. What is tubular secretion? Tubular cells secrete substances like H+, K+, and ammonia into the glomerular filtrate. This process is called tubular secretion. യൂറിൻ ഫോം ചെയ്യുമ്പോൾ വൃക്കാനളിക കോശങ്ങൾ H+, K+, അമോണിയ എന്നീ പദാർത്ഥങ്ങളെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് സ്രവിക്കുന്നു. ഇതിനെ നളികാസ്രവണം അല്ലെങ്കിൽ ട്യൂബുലാർ സെക്രീഷൻ എന്നറിയപ്പെടുന്നു. Question number 37. Why tubular secretion is necessary in urine formation? Because tubular secretion helps in the maintenance of ionic and acid-base balance of the body fluids. യൂറിൻ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു സുപ്രധാന ഘട്ടമായ നളികാസ്രവണത്തിലൂടെ ശരീരദ്രവങ്ങളുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ അയോണിക അമ്ല ക്ഷാര സന്തുലനാവസ്ഥ പരിപാലിക്കപ്പെടുന്നു. Question 38. Which part of renal tubule or nephron is responsible for selective secretion? Proximal convoluted tubule or PCT. Question number 39. What are the functions of proximal convoluted tubule or PCT? PCT is lined with the cuboidal brush border epithelium. It increases surface area of reabsorption. സമീപ ചുരുൾ നളിക അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCTയുടെ അകത്തെ പാളിയിൽ കാണപ്പെടുന്ന ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ ആവരണകല ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയും അങ്ങനെ പുനരാഗിരണത്തിൻ്റെ തോത് കൂടുകയും ചെയ്യുന്നു. Now, second function of PCT, reabsorption of 70 to 80% of electrolytes and water takes place. ഏകദേശം എല്ലാ അത്യാവശ്യ പോഷക ഘടകങ്ങളും 70 മുതൽ 80% ഇലക്ട്രോലൈറ്റുകൾ, ജലം എന്നിവ പുനരാഗിരണം ചെയ്യുന്നതും PCT ആണ്. ഇനി PCTയുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം. PCT മെയിൻറ്റെയിൻസ് കോൺസ്റ്റൻറ്റ് pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ബൈ സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് H+ ions, ammonia, K+ ions into the filtrate and reabsorption of 90% of bicarbonates from the filtrate. ഹൈഡ്രജൻ അയോണുകൾ, അമോണിയ, പൊട്ടാസ്യം അയോണുകൾ എന്നിവയെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലേക്ക് സ്രവിപ്പിക്കുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ ബൈകാർബണേറ്റ് അയോണുകളെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് ആഗിരണം ചെയ്യുന്നു, റീഅബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ PCT ശരീരദ്രവങ്ങളുടെ pHഉം അയോണിക സന്തുലനാവസ്ഥയും പരിപാലിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ pHഉം അയോൺ കോൺസെൻട്രേഷനും ബാലൻസ് ചെയ്ത് നിർത്തുന്നു. Question number 40. What is the function of Henle's loop?
Henle's loop helps in the maintenance of ions, molarity of medullary interstitial fluid. ഹെൻലി ലൂപ്പ് അല്ലെങ്കിൽ ഹെൻലി വലയം മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ദ്രവത്തിൻ്റെ ഉയർന്ന വൃതിവ്യാപനത നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. Question number 41. What is the function of descending limb of Henle's loop? Descending limb reabsorb water from the filtrate and concentrate the filtrate. Henle's loopൻ്റെ ഡിസെൻഡിങ് ലിംബ് വെള്ളത്തെ പുനരാകിരണം ചെയ്യുന്നത് മൂലം ഗ്ലോമറുല ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആകുന്നു, ഗാഢത കൂടിയതാകുന്നു. Question number 42. What is the function of ascending limb of Henle's loop? Ascending limb of Henle's loop is permeable to electrolytes. It transports electrolytes actively or passively. Ascending limb of Henle's loop ഇലക്ട്രോലൈറ്റുകളെ സക്രിയമായും നിഷ്ക്രിയമായും കടത്തിവിടുന്നു. അതുകൊണ്ട് ഗാഢത കൂടിയ അവക്ഷിപ്തം ഉണ്ടാകുന്നു. Question number 43. What is the function of distal convoluted tubule or DCT? First one, reabsorption of Na plus HCO3 and water takes place. Second one, selective secretion of hydrogen, potassium ions and ammonia to maintain pH and Na plus K plus balance in blood. സോഡിയം അയോൺ Na+, ജലം എന്നിവയുടെ പുനരാകിരണം ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ചാണ് നടക്കുന്നത്. രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം സന്തുലനാവസ്ഥ, pH എന്നിവ പരിപാലിക്കുന്നതിൽ DCT സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബൈകാർബണേറ്റ് അയോൺസിനെ പുനരാകിരണം ചെയ്യുക വഴിയും ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോണുകൾ, അമോണിയ എന്നിവയെ മാത്രം സ്രവിക്കുന്നത് വഴിയുമാണ് DCT ഇത് സാധ്യമാക്കുന്നത്. Question number 44. What is the function of collecting duct? Large amount of water is reabsorbed and produce concentrated urine. Second one, it allows passage of small amount of urea into medullary interstitium to keep high osmolarity of interstitial fluid in medulla. കളക്ടിംഗ് ഡക്റ്റിനെ ശേഖരണ നാളി എന്നാണ് അറിയപ്പെടുന്നത്. വൃക്കയുടെ ബാഹ്യ കോർട്ടെക്സ് മുതൽ ആന്തരിക മെഡുല്ലയുടെ ഉൾഭാഗം വരെ ഈ ശേഖരണ നാളി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഗാഢത കൂടിയ മൂത്രം ഉൽപ്പാദിപ്പിക്കാനായി ഈ ഭാഗത്ത് വളരെ ഉയർന്ന തോതിൽ ജലം പുനരാകിരണം ചെയ്യപ്പെടുന്നു. മെഡുല്ലറി ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് ചെറിയ തോതിൽ യൂറിയ കടത്തിവിട്ട് ഈ ഭാഗം വൃതിവ്യാപനത കാത്തുസൂക്ഷിക്കുന്നു, ഓസ്മോളാരിറ്റി കാത്തുസൂക്ഷിക്കുന്നു. തേർഡ് പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ബ്ലഡ് by the selective secretion of H+ and K+ ions. H+ ions, K+ ions എന്നിവയെ മാത്രം തിരഞ്ഞെടുത്ത് സ്രവിക്കുന്നതിലൂടെ, സെക്രീറ്റ് ചെയ്യുന്നതിലൂടെ രക്തത്തിലെ pHഉം അയോണുകളുടെ തുലനാവസ്ഥയും പാലിക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് ശേഖരണനാളിയും വഹിക്കുന്നുണ്ട്. Look at the picture showing glomerular filtration, secretion and reabsorption. 3 steps taking place in the urine formation. Excretory products and their elimination എന്ന ചാപ്റ്ററിൽ അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, യൂറിൻ ഫോർമേഷൻ എന്നീ ഫോക്കസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പാർട്ട് 1 ആയി തന്നിരിക്കുന്നത്. ബാക്കിയുള്ള റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ, ഡിസോർഡേഴ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നീ ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആയി അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.